റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ശനിയാഴ്ച നടക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പങ്കെടുക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നു. മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വത്തിക്കാനിലേക്ക് പോകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചതിന് പിന്നാലെയാണ് ഈയൊരു അറിയിപ്പ്. പ്രാദേശിക സമയം രാവിലെ 10 മണിക്കാണ് ചടങ്ങുകൾ നടക്കുക. ഇന്ന് 12:30 മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനവും നടത്തുന്നുണ്ട്. മാർപ്പാപ്പയുടെ മരണപത്രപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാരം നടക്കുക. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മാർപ്പാപ്പ മരണപത്രത്തിൽ പറയുന്നുണ്ട്. നിരവധി വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഇന്നലെ മുതൽ ഒഴുകിയെത്തുന്നത്. UK-യിൽ നാടുകടത്തൽ നടപടി നേരിടുന്ന വിദേശ കുറ്റവാളികളുടെ കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് തീരുമാനിച്ചതായി ഹോം ഓഫീസ് അറിയിച്ചു. ഇവർ നടത്തിയ കുറ്റകൃത്യത്തിനൊപ്പം ദേശീയതയുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ ആഭ്യന്തര സെക്രട്ടറി എവറ്റ് കൂപ്പർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായാണ് സൂചന. ഏത് രാജ്യത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ പങ്കാളികളാകുന്നത് എന്നത് ഇനി മുതൽ പരസ്യമായ കാര്യമായിരിക്കും. ചില രാജ്യങ്ങളിൽ നിന്നുള്ള കുറ്റവാളികളുടെ എണ്ണം വളരെ കൂടുന്ന സാഹചര്യത്തിൽ അവിടെ നിന്നുള്ളവർക്ക് വിസ നിഷേധിക്കുക തുടങ്ങിയ തുടർ നടപടികൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാവുമെന്ന സംശയങ്ങളും ഉയരുന്നു. കഴിഞ്ഞ വർഷം അവസാനം നാടുകടത്തൽ കാത്ത് 19,000 വിദേശ കുറ്റവാളികൾ ഉണ്ടായിരുന്നു. ടോറി പാർട്ടി അധികാരമൊഴിഞ്ഞപ്പോൾ ഈ കുറ്റവാളികളുടെ എണ്ണം 18,000 ആയിരുന്നു എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ കാണിക്കുന്നത്. വിദേശ കുറ്റവാളികൾ എവിടെ നിന്ന് വരുന്നു എന്നുൾപ്പെടെയുള്ള പൊതുജനങ്ങളെ കൃത്യമായി അറിയിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് ഹോം ഓഫീസ് വൃത്തങ്ങൾ പറഞ്ഞു. 12 മാസമോ അതിൽ കൂടുതലോ തടവിന് ശിക്ഷിക്കപ്പെട്ട വിദേശ പൗരന്മാരാണ് നാടുകടത്തലിന് വിധേയമാവുക. ഈ കൂട്ടത്തിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. ചില കുറ്റവാളികളുടെ സാന്നിധ്യം സമൂഹ നന്മയ്ക്ക് ഉതകുന്നതല്ല എന്ന് കണ്ടാൽ കുറഞ്ഞ ശിക്ഷാ കാലാവധിയുള്ളവരെയും നാടുകടത്താൻ ആഭ്യന്തര മന്ത്രാലയത്തിന് അധികാരമുണ്ട്. ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ നിയമപ്രകാരം സ്ത്രീകളായി ഇനി പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമറുടെ ഔദ്യോഗിക വക്താവ് രംഗത്ത് വന്നു. സ്ത്രീ എന്ന പദം ബയോളജിക്കൽ സെക്സിനെ മാത്രം ആശ്രയിച്ചായിരിക്കുമെന്നുള്ള UK സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ വക്താവ് പുതിയ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. 2022 മാർച്ചിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവിൽ സർ കെയർ സ്റ്റാർമർ തന്റെ കാഴ്ചപ്പാടിൽ നിയമപ്രകാരം ട്രാൻസ് സ്ത്രീകൾ സ്ത്രീകളാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കോടതിയുടെ വിധി പോലെ സ്ത്രീ എന്ന പദം ബയോളജിക്കൽ സെക്സിനെ മാത്രം ആശ്രയിച്ചായിരിക്കുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാദം. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ വിമർശിച്ച് കൺസർവേറ്റീവ് നേതാവ് കെമി ബഡ്നോക്ക് രംഗത്തേക്ക് വന്നു. കോടതി വിധിയെ തുടർന്ന് നിലപാടുകൾ മാറ്റുകയാണെന്നും തന്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താൻ പ്രധാനമന്ത്രി കോടതിയെ ആശ്രയിക്കുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തി. 2010 സമത്വ നിയമത്തിൽ വരുത്തിയ മാറ്റമനുസരിച്ച് ജെൻഡർ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ പോലും ഈ നിയമനിർമ്മാണത്തിന് കീഴിൽ നിയമപരമായ സ്ത്രീകളായി അംഗീകരിക്കില്ല. പുരുഷനായി ജനിച്ച സ്ത്രീകളായി തിരിച്ചറിയുന്ന ആളുകൾക്ക് സ്ത്രീകൾക്ക് മാത്രമുള്ള ഇടങ്ങളോ സേവനങ്ങളോ ആക്സസ് ചെയ്യാൻ നിയമപരമായ അവകാശമില്ലെന്നും കോടതി വിധി സ്ഥിരീകരിച്ചു. ഇംഗ്ലണ്ടിൽ അടുത്ത വർഷം മോർഗേജ് നിരക്കുകളിൽ കുറവുണ്ടാകുമെന്ന അഭിപ്രായമാണ് പൊതുവെ വന്നിരിക്കുന്നത്. പണപ്പെരുപ്പം കുറയുമെന്നും അതിനോട് അനുബന്ധിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്നതുമാണ് മോർഗേജ് നിരക്കുകൾ കുറയ്ക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മോർഗേജ് നിരക്കുകൾ കുറയുമെന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു വീട് സ്വന്തമാക്കണമെന്ന പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുന്ന വാർത്തയാണ്. എന്നാൽ സ്വന്തമായി ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എവിടെ തുടങ്ങും, എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിൽ പലർക്കും വ്യക്തതയില്ല. ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അടുത്ത വർഷം ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ആവശ്യമായി ചെയ്യേണ്ടത് ഒരു വ്യക്തിഗത സേവിംഗ് അക്കൗണ്ട് ആരംഭിക്കുക എന്നതാണ്. ആദ്യമായി വാങ്ങുന്നയാൾക്ക് നൽകുന്ന ശരാശരി നിക്ഷേപം 34,500 ആണ്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങുന്നുവോ അത്രയും നല്ലത് എന്നും മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. ഇനി നാട്ടിലെ വാർത്തകൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം. ഭീകരാക്രമണത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തി ഭർത്താവിന്റെ മൃതദേഹത്തിനടുത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന യുവതിയുടെ ചിത്രമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ ചിത്രം കൊച്ചിയിൽ ജോലി ചെയ്യുന്ന നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവലിന്റേത്. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേന ഉദ്യോഗസ്ഥൻ 26-കാരനായ ലഫ്റ്റനന്റ് വിനയ് നർവാളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മധുവിധു ആഘോഷിക്കാൻ കാശ്മീരിലെത്തിയതായിരുന്നു വിനയും ഭാര്യ ഹിമാൻഷിയും. ഏപ്രിൽ 16-നായിരുന്നു വിനയ് നർവാളും ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം. ഏപ്രിൽ 19-നായിരുന്നു റിസപ്ഷൻ. വിവാഹത്തോടനുബന്ധിച്ച് അവധിയിലായിരുന്നു. മധുവിധു ആഘോഷിക്കാനുള്ള യാത്രയിലായിരുന്നു വിനയ് കഴിഞ്ഞ ദിവസം ഹിമാൻഷിക്കൊപ്പം കാശ്മീരിലെത്തിയത്. എന്നാൽ വിവാഹത്തിന്റെ 6-ാം നാൾ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഹിമാൻഷിയുടെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തി. ഹിമാൻഷിയുടെ കൺമുമ്പിൽ ഭീകരർ വിനയിനെ കൊലപ്പെടുത്തി. 2 വർഷം മുമ്പാണ് വിനയ് നാവികസേനയിൽ ചേർന്നത്. ആദ്യ പോസ്റ്റിംഗ് കൊച്ചിയിലായിരുന്നു. ജോലി കിട്ടിയതിന് പിന്നാലെയായിരുന്നു വിവാഹം. ഏപ്രിൽ 16-ന് ഹിമാൻഷിയെ സ്വന്തമാക്കുകയായിരുന്നു. ജോലി കിട്ടിയതിന് പിന്നാലെയായിരുന്നു വിവാഹം. അങ്ങേയറ്റം ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു വിനയ് നിർവാൾ എന്നാണ് ബന്ധുക്കളും അയൽവാസികളും പറയുന്നത്. പുതിയ ജീവിതം തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് കുടുംബവും നാട്ടുകാരും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് സജ്ജീകരണം ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്ക റൂട്ട്സിന് നിർദ്ദേശം നൽകി. എറണാകുളം സ്വദേശി കൊല്ലപ്പെട്ടു എന്ന വാർത്ത അത്യന്തം വേദനാജനകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കും. ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ നേതൃത്വത്തിൽ നിർവഹിക്കും. ഹൈക്കോടതി ജസ്റ്റിസുമാരായ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ, ജസ്റ്റിസ് ഗിരീഷ് എന്നിവർ ജമ്മു കശ്മീരിൽ യാത്രയ്ക്കായി പോയിട്ടുള്ളതാണ്. നിലവിൽ ജസ്റ്റിസുമാർ ശ്രീനഗറിലുള്ള ഹോട്ടൽ സുരക്ഷിതരാണ് എന്ന് അറിയുന്നു. ഇന്ന് നാട്ടിലേക്ക് തിരിക്കുമെന്നാണ് അറിയുന്നത്. MLA-മാരായ M മുകേഷ്, KPA മജീദ്, T സിദ്ദീഖ്, K ആൻസ്ലൻ എന്നിവർ ശ്രീനഗറിലുണ്ട്. ഇവരും സുരക്ഷിതരാണ്. ജമ്മു കശ്മീരിൽ വിനോദയാത്രയ്ക്കായി എത്തിയിട്ടുള്ള എല്ലാ മലയാളികൾക്കും വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി നോർക്ക റൂട്ട്സിനോട് നിർദ്ദേശം നൽകി.
സംസ്ഥാനത്തെ 752 ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇ ഹെൽത്ത് സംവിധാനം സജ്ജമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജുകളിലെ 18 സ്ഥാപനങ്ങൾ കൂടാതെ 33 ജില്ലാ ജനറൽ ആശുപത്രികൾ, 88 താലൂക്ക് ആശുപത്രികൾ, 42 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ, 501 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, 50 നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, 14 സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, 3 പബ്ലിക് ലാബുകൾ, 3 മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇ ഹെൽത്ത് നടപ്പിലാക്കിയത്. മുഴുവൻ ആശുപത്രികളും ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കിയാണ് ലക്ഷ്യം. ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സംവിധാനം, ഓൺലൈനായി ഒ പി ടിക്കറ്റ്, ഇ ഹെൽത്ത് സ്കാൻ ആൻഡ് ബുക്ക് സംവിധാനങ്ങൾ എന്നിവ അടുത്തിടെ സജ്ജമാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സിവിൽ സർവീസ് പരീക്ഷയുടെ അവസാന ചാൻസിൽ 45ാം റാങ്ക് നേടിയ ആഹ്ലാദത്തിലാണ് തിരുവല്ല സ്വദേശി മാളവിക ജി നായർ. 2019-20 വർഷത്തെ IRS ബാച്ചിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്യുന്നതിനിടെയാണ് സ്വപ്ന സാക്ഷാത്കാരമായി സിവിൽ സർവീസ് നേട്ടമെത്തിയിരിക്കുന്നത്. മകൻ ആദിശേഷിന് 17 ദിവസം പ്രായമുള്ളപ്പോൾ എഴുതിയ പരീക്ഷയിൽ മികച്ച റാങ്ക് നേടാനായത് സന്തോഷം ഇരട്ടിയാക്കുന്നു. IPS ട്രെയിനിയായ ഡോക്ടർ നന്ദഗോപനാണ് ഭർത്താവ്. പരിശീലന ഭാഗമായി നന്ദകുമാർ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ SHO ആണ്. 2019 മാളവിക UPSC പരീക്ഷ എഴുതിയത്. 2020 ബാച്ചിലെ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥയായ ഇവർ കൊച്ചിയിൽ റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണറാണ്. പ്രസവാവധിയിലായതിനാൽ ഭർത്താവ് നന്ദഗോപനൊപ്പം ഇപ്പോൾ മലപ്പുറത്താണ് മാളവിക താമസം. ഇനി സ്പോർട്സ് വാർത്തകൾ. യൂറോപ്യൻ ടൂർണമെന്റുകളിലെ സ്പാനിഷ് ക്ലബ്ബുകളുടെ മികച്ച പ്രകടനം 2025-26 ചാമ്പ്യൻസ് ലീഗിൽ കുറഞ്ഞത് 5 ലാലിഗ ക്ലബ്ബുകൾക്ക് ഇടം നേടാനാകുമെന്ന് ഉറപ്പാക്കി കൊടുത്തു. നിലവിൽ ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് സെമിയിലും അത്ലറ്റിക് ക്ലബ് യൂറോപ്പ ലീഗ് സെമിയിലും റിയൽ ബെറ്റിസ് കോൺഫറൻസ് ലീഗ് സെമിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നേട്ടങ്ങളാണ് യൂറോപ്യൻ ദേശീയ അസോസിയേഷനുകളുടെ കിഫിഷൻ റാങ്കിങ്ങിൽ സ്പെയിനിന്റെ 2ാമത് സ്ഥാനത്തെ ഉറപ്പാക്കിയത്. ഈ സ്ഥാനം ലഭിച്ചതിനാൽ അടുത്ത സീസണിൽ ലാലിഗയ്ക്ക് അധിക ഒരു ചാമ്പ്യൻസ് ലീഗ് ടിക്കറ്റ് കൂടി ലഭിക്കുന്നു. അതായത് ലാലിഗയിലെ ആദ്യ 5 ക്ലബ്ബുകൾക്ക് ഇനി യൂറോപ്യൻ എലിറ്റ് മത്സരത്തിൽ പങ്കെടുക്കാം. ഇപ്പോഴത്തെ നിലയിൽ ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, അത്ലറ്റിക് ക്ലബ് വിയാറിയൽ എന്നീ ടീമുകൾക്ക് ഈ അവസരം ലഭിക്കും. ഇനിയും 6 മത്സരങ്ങൾ കൂടെ ലീഗിൽ ഓരോ ടീമിനും ബാക്കിയുണ്ട്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.67 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ്